ജീസസ് യൂത്ത് മന്ത്ലി റിഫ്ലക്ഷൻ. വിചിന്തനം. തണുത്തുറഞ്ഞതും ജാഗ്രതയേറിയതുമായ കോവിഡ് ക്രിസ്മസോ, ആകർഷകവും ഉത്സാഹഭരിതവുമായ ഹാപ്പി ക്രിസ്മസോ, ഏതാകും 2020 മഹാമാരിയുടെ കാർമേഘം ലോകമെങ്ങും ഇരുൾ പരത്തുമ്പോൾ നാം കാതോർക്കുന്ന സ്വരം ഭയാശങ്കകളിലേക്കാണോ, പ്രത്യാശാപൂരിതമായ ആത്മവിശ്വാസത്തിലേക്കാണോ നമ്മുടെ ഹൃദയം ചാഞ്ഞിരിക്കുന്നതെന്ന് നിർണയിക്കുന്നു. ദൈവത്തെ അനുസരിക്കാതെ സാത്താനാൽ വഞ്ചിക്കപ്പെട്ട ഹവ്വ ഇന്ദ്രിയങ്ങളെ ശ്രവിക്കാനാണ് തീരുമാനിച്ചത്. പുതിയ ഹവ്വയായ മറിയമാകട്ടെ ഹൃദയത്തിൽ മുട്ടിവിളിച്ച ഉത്കണ്ഠകൾക്കും ഭയത്തിനും ചെവി കൊടുക്കാതെ കന്യകയായിരിക്കെ ഗർഭവതിയാകുമെന്ന ഗബ്രിയേൽ ദൂതന്റെ വാക്കുകൾ ബോധപൂർവം വിശ്വസിക്കാൻ തീരുമാനിച്ചു. അനിശ്ചിതത്വത്തിന്റെ ഇക്കാലയളവിൽ പരിശുദ്ധ മാതാവിനെ അനുകരിക്കാൻ തീരുമാനിച്ചാൽ അന്ധകാരത്തിന് ഒരിക്കലും കീഴടക്കാനാവാത്ത ശാന്തിയുടെയും പ്രത്യാശയുടെയും കരോൾ ഗീതങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ അലയടിക്കും. ഭയപ്പെടേണ്ട, ദൈവം നിന്നോടുകൂടെയുണ്ട്. മറിയത്തോടും സക്കറിയായോടും ജോസഫിനോടും ആട്ടിടയരോടും ദൈവം പറഞ്ഞ ഈ വാക്കുകൾ ഹൃദയം നവമായി ശ്രവിക്കട്ടെ. ഹേരോദോസ് രാജാവിൻ്റെ നിഷ്ഠൂരവും ചിലപ്പോഴെങ്കിലും ഭ്രാന്തവുമായ ഭരണത്തിന് കീഴിലുള്ള പീഡിത ജനതയുടെ അരികിലേക്കാണ് ഏകജാതനെ ദൈവം അയച്ചത്. ദൈവസ്വരം ശ്രവിക്കുക എളുപ്പമല്ല, പ്രത്യേകിച്ച് അന്ധകാരം ചുറ്റും നിന്ന് കീഴ്പ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ. മറിയവും സദൃശരായവരും നമുക്ക് വഴികാട്ടുന്നു. ഇന്നും ക്രിസ്തുമസ് ദൈവത്തിൻ്റെ പരിധിയില്ലാത്ത സ്നേഹത്തിൻ്റെ ഉറപ്പാണ്. ജീവിതത്തിലെ ദൈവത്തിൻ്റെ അസാന്നിധ്യത്തിൽ നിന്നാണ് ഭയവും ആകുലതയും ഉളവാകുന്നത്. ദൈവസ്വരം മാത്സര്യഭാവമുള്ള ഇതര ശബ്ദങ്ങളിൽ മുങ്ങിപ്പോകുമ്പോൾ ഇത് സംഭവിക്കുന്നു. എപ്പോഴും കൂടെയുള്ള ഇമ്മാനുവേലായ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഭയത്തിൻ്റെയും ആകുലതകളുടെയും ചെയിനുകളെ ബ്രേക്ക് ചെയ്ത് വിമോചിതരാകാം. നിതാന്ത ജാഗ്രതയില്ലെങ്കിൽ ക്വാറന്റൈൻ, ലോക്ക്ഡൗൺ അന്തരീക്ഷം ശ്വാസം മുട്ടിക്കുന്നതാകാൻ ഇടയുണ്ട്. കർശനമായി പാലിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട സാമൂഹിക പരിധികൾ നാം അറിയാതെ ഹൃദയത്തിൽ ഗ്രസിക്കുകയും ഇപ്പോഴും ദൈവം നിയന്താവാണെന്ന ആന്തരിക ബോധ്യത്തിന് മങ്ങലേൽപ്പിക്കുകയും ചെയ്തേക്കാം. സുപരിചിത മേച്ചിൽപ്പുറങ്ങളുടെ സുരക്ഷിതത്വത്തിൽ നിന്ന് തണുത്തുറഞ്ഞ രാത്രിയിലേക്കാണ് സദ്വാർത്ത കാണാൻ ഇടയന്മാർ സാഹസികമായി തിടുക്കത്തിൽ ഇറങ്ങി പുറപ്പെട്ടത്. ആ ധൈര്യം കാട്ടിത്തരുന്നത് സകല അന്ധകാരത്തെയും കീഴ്പ്പെടുത്തിയ പ്രകാശം ദർശിക്കാനുള്ള തുറവി നമ്മെയും സഹായിക്കുമെന്നാണ്. ക്രിസ്മസ് ദൈവകരുണയെ, സകല പാപങ്ങളും കഴുകിക്കളയുന്ന യേശുവിനെയാണ് വെളിപ്പെടുത്തുന്നത്. വൈറസിൽ നിന്നും സുരക്ഷിതരായിരിക്കാൻ സോപ്പും സാനിറ്റൈസറും ഉപയോഗിച്ച് ആവർത്തിക്കുന്ന കൈ കഴുകലുകൾ, അടിയന്തര ആവശ്യമായ ആഴമേറിയ കഴുകലിനെക്കുറിച്ച് സംസാരിക്കുന്നില്ലേ? തൻ്റെ രക്തത്താൽ കഴുകാനും വീണ്ടെടുക്കാനും വന്നവനെ പുതുനയനങ്ങളാൽ ദർശിക്കാൻ ജ്ഞാനികൾക്കൊപ്പം ബെത്ലഹേമിലേക്ക് യാത്ര ചെയ്യാം. പാപത്തിൻ്റെ മുറവിളി കാട്ടുന്ന ആരവങ്ങളുടെയും ഹൃദയ ബലഹീനതയുടെയും മേൽ ഉയരുന്ന സ്നാപയോഹന്നാൻ്റെ ഉറപ്പേകുന്ന വാക്കുകൾ ശ്രവിക്കാം. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതെ, അവൻ്റെ രക്തം സകല പാപങ്ങളും കഴുകിക്കളയുന്നു. ജ്ഞാനികളോടും ഇടയന്മാരോടും ഒപ്പം മുട്ടുകൾ മടക്കാം. അവിടുന്ന് ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠ സമ്മാനമായ എൻ്റെ ഹൃദയത്തെ സ്വപ്നങ്ങളോടും നിരാശകളോടും കൂടെ അവിടുത്തേക്ക് സമർപ്പിക്കാം. മാസ്കുകളുടെ കാര്യക്ഷമതയെക്കുറിച്ച് ശാസ്ത്രലോകത്തിന് ഇക്കാലത്ത് ഏക അഭിപ്രായമാണ്. എന്നാൽ ക്രിസ്മസ് കടന്നു വരുന്നത് നാം അണിയുന്ന അദൃശ്യ ആവരണങ്ങളെ നീക്കം ചെയ്യാനും കൂടിയാണ്. തൻ്റെ പുത്രനെ മനുഷ്യകുലം ദർശിക്കുന്നതിനും രക്ഷിക്കപ്പെടുന്നതിനും വേണ്ടി ദൈവം അവനെ അനാവരണം ചെയ്യുന്നു. ക്രിസ്മസ് ദൈവത്തിൻ്റെ സ്വയം ശൂന്യവൽക്കരണം പ്രഘോഷിക്കുന്നു. തൊഴുത്തിൽ പിറക്കുന്നതിനായി സ്വയം ശൂന്യവൽക്കരിച്ച ദൈവത്തെ ധ്യാനിക്കുന്നത് വഴി ശൂന്യവൽക്കരണമാണ് സ്നേഹമെന്ന് തിരിച്ചറിയാനിടയാകട്ടെ. അഹത്തെയും സ്വാർത്ഥതയെയും ഒളിച്ചു വയ്ക്കുന്ന മുഖംമൂടികൾ അഴിച്ചു മാറ്റേണ്ടിയിരിക്കുന്നു. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിന്റെ ദർശനത്തിൽ സമാധാനം സ്വാർത്ഥതയുടെ മേലുള്ള വിജയമാണ്. ഈ ആഘോഷവേളയിലെ സമ്മാനങ്ങളുടെ കൈമാറ്റം സ്വയം ദാനത്തിനുള്ള ആഗ്രഹത്തിൻ്റെ പ്രകാശനമാകട്ടെ.
ഇരുളിലും പ്രകാശം പരത്തുന്ന പ്രത്യാശയുടേതു കൂടിയാണ് ഈ മഹാമാരിയുടെ കാലയളവ്. അത്യാവശ്യ മെഡിക്കൽ ഉപകരണങ്ങളുടെ ദൗർലഭ്യം ഉൾപ്പെടെയുള്ള വെല്ലുവിളികളുടെ മധ്യത്തിലും ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് മുന്നിട്ടിറങ്ങിയ ആരോഗ്യ പ്രവർത്തകർ, വിവിധ കാര്യനിർവഹണ ഏജൻസികൾ, സന്നദ്ധ സേവകർ തുടങ്ങിയവരുടെ നിസ്വാർത്ഥതയും മഹാമനസ്കതയും വെളിപ്പെടുത്തുന്നത് ആന്തരികമായി ആലേഖനം ചെയ്യപ്പെട്ട മനുഷ്യജീവന്റെ മൂല്യവും മാഹാത്മ്യവുമാണ്. ഏറ്റവും ദരിദ്രമായ സാഹചര്യങ്ങളിൽ പിറന്നു വീണ ശിശു ദാരിദ്ര്യത്തിൽ മറഞ്ഞുകിടക്കുന്ന നന്മയെ ധ്യാനിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. സാഹോദര്യത്തെയും സാമൂഹിക സൗഹൃദത്തെയും പ്രമേയമാക്കിയ പുതിയ ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്നു, ഏറ്റവും എളിയവരും ദുർബലരും ദരിദ്രരും നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കണം. നമ്മുടെ ഹൃദയത്തോടും ആത്മാവിനോടും അഭ്യർത്ഥിക്കാൻ നമുക്ക് അവകാശമുണ്ട് താനും. അവർ നമ്മുടെ സഹോദരീ സഹോദരന്മാരാണ്. അതിനാൽ അവരെ സ്നേഹിക്കുകയും കരുതുകയും വേണം. സഹോദരർ സർവരും ഫ്രatelli tutti. ദൈവം എപ്പോഴും ഇരുളിലും നിശബ്ദതയിൽ പോലും സംസാരിക്കുന്നു. ബെത്ലഹേമിൽ തടിച്ചുകൂടിയ 10,000 അറിയാതെ ആദ്യ ക്രിസ്മസ് കടന്നുപോയി. എന്നാൽ ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുകയും പ്രത്യുത്തരമേകുകയും ചെയ്തവർക്ക് മുൻപിൽ പ്രത്യാശയുടെയും ആനന്ദത്തിൻ്റെയും പുതിയ പാത തുറക്കപ്പെട്ടു. സദ്വാർത്ത നവമായി കേൾക്കാനും പുത്തനുത്സാഹത്തോടെ അതിൻ്റെ ദൂത് ആശ്ലേഷിക്കാനും ഈ ക്രിസ്മസ് നമ്മെ സഹായിക്കട്ടെ. ജീസസ് യൂത്ത് കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്കും അനുഗ്രഹീതമായ ക്രിസ്മസും ശ്രേയസ്കരമായ പുതുവത്സരവും ആശംസിക്കുന്നു. ബിഷപ്പ് റാഫേൽ തട്ടിൽ, സഭാത്മക ഉപദേഷ്ടാവ്, ജീസസ് യൂത്ത് അന്താരാഷ്ട്ര കൗൺസിൽ.